ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഹോം ഓട്ടോമേഷനൊക്കെ പറ്റിയ ഒരു റിമോട്ട് കൺട്രോളും അതിൻ്റെ ഒരു റിസീവറും പരിചയപ്പെടാം. ഇതൊരു 4 ചാനൽ റിമോട്ട് കൺട്രോൾ സ്വിച്ചാണ്. അപ്പോൾ ഇതിൽ 4 കീസ് ഉണ്ട്, ABCD. അതുപോലെ തന്നെ ഇതിൽ 4 റിലേസും ഉണ്ട്. ഇത് അപ് ടു 120 വാട്ട്സ് ഓരോ ചാനലിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിമോട്ട് സംവിധാനമാണ്. ഇത് 6 to 30 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ RF ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യുന്നത്. 433.92 മെഗാ ഹെർട്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 100 വാട്ട്സിൻ്റെ ബൾബാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് ഒരു 3 സ്വിച്ചിങ് മോഡ് അവൈലബിൾ ആണ്. മൊമെൻ്ററി മോഡ്, ടോഗിൾ മോഡ് ആൻഡ് ലാച്ചിങ് മോഡ്. അപ്പോൾ മൊമെൻ്ററി മോഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ റിമോട്ട് കൺട്രോളിൻ്റെ സ്വിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ലോഡ് ഓണായി നിൽക്കൂ. സ്വിച്ചിൽ നിന്നും കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് ഓഫാകും. ഇനി ടോഗിൾ മോഡ്, നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ ലോഡ് ഓണായി തന്നെ നിൽക്കുകയും സെയിം സ്വിച്ച് ഏതാണോ ABCD ഏതാണോ അത് പ്രസ് ചെയ്താൽ ലോഡ് ഓഫാകുകയും ചെയ്യും. ഇനി ലാച്ചിങ് മോഡാണെങ്കിൽ ഫോർ എക്സാമ്പിൾ സ്വിച്ച് പ്രസ് ചെയ്താൽ ലോഡ് ഓണാകുകയും ഇനി അത് ഓഫ് ചെയ്യണമെങ്കിൽ സ്വിച്ച് B പ്രസ് ചെയ്യണം. അപ്പോൾ ഇതാണ് ലാച്ചിങ് മോഡ്. ഇനി ഇത് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഇതിലൊരു ലേണിംഗ് ബട്ടണുണ്ട്. ഈ ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് മൊമെൻ്ററി മോഡിലേക്ക് സെറ്റാകും. 2 പ്രാവശ്യം സെറ്റാവുകയാണ് സ്വിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ ടോഗിൾ മോഡിലേക്കും, 3 പ്രാവശ്യം പ്രസ് ചെയ്യുകയാണെങ്കിൽ ലാച്ചിങ് മോഡിലേക്കും സെറ്റാക്കാവുന്നതാണ്. ഇനി ഇത് റീസെറ്റ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഓരോ മോഡ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീസെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത മോഡിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് ഒരു 8 പ്രാവശ്യം പ്രസ് ചെയ്താൽ മാത്രമേ ഇത് റീസെറ്റ് ആകുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് റിമോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലേണിംഗ് സ്വിച്ച് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്കിവിടെ LED ബ്ലിങ്ക് ചെയ്തു. ഇനി ഇതിൽ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്താൽ ഇതിപ്പോൾ മൊമെൻ്ററി മോഡിലേക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്വിച്ച് പ്രസ് ചെയ്തപ്പോൾ ലോഡ് ഓണായി, കൈ റിലീസ് ചെയ്തപ്പോൾ ലോഡ് ഓഫാകുകയും ചെയ്തു. ഇനി ഇത് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇത് 8 പ്രാവശ്യം പ്രസ് ചെയ്യുക. 1 2 3 4 5 6 7 8. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ റിസീവർ റീസെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ 2 പ്രാവശ്യം പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ടോഗിൾ മോഡിലേക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലോഡ് ഓണായി തന്നെ നിൽക്കുന്നത് കാണാം. ഇനി സെയിം സ്വിച്ചിൽ ഞാൻ സ്വിച്ച് ഒന്നുകൂടി പ്രസ് ചെയ്താൽ ലോഡ് ഓഫാകുകയും ചെയ്യും. ഓക്കെ, ഇനി ഇതൊന്ന് റീസെറ്റ് ചെയ്യാം. ഓക്കെ, റീസെറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ലാച്ചിങ് മോഡ് സെറ്റ് ചെയ്യണമെങ്കിൽ ലേണിംഗ് ബട്ടൺ 3 പ്രാവശ്യം പ്രസ് ചെയ്യുക. 1 2 3. ഇനി ഇതിലെ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്വിച്ച് പ്രസ് ചെയ്തപ്പോൾ ലോഡ് ഓണായി. ഞാൻ സ്വിച്ച് വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുകയാണ്, ലോഡ് ഓഫ് ആവുകയില്ല. ഇനി സ്വിച്ച് B പ്രസ് ചെയ്താൽ ലോഡ് ഓഫാകുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാച്ചിങ് മോഡ്. അപ്പോൾ ഇത് ഹോം ഓട്ടോമേഷനൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു റിമോട്ട് കൺട്രോൾ സംവിധാനമാണ്. വളരെ മനോഹരമായ കാറിൻ്റെയൊക്കെ പോലെയുള്ള ഒരു റിമോട്ട് കീയും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു സർക്യൂട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.